വീണ്ടും നമ്മൾ തമ്മിൽ കാണാനായിട്ട് അനുവദിച്ച ഇത്രയും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും നമ്മളെ വീണ്ടും ഒരുമിപ്പിച്ച് കൂട്ടിയ ദൈവത്തിന്, സർവശക്തന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ സെഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മുടെ മനസ്സ് നമുക്കൊന്ന് റിലാക്സ് ചെയ്താലോ? ഓക്കെ, എല്ലാവരും നേരെ ഇരിക്കുക. എല്ലാവരും നേരെ ഇരുന്ന് നടുവൊക്കെ നിവർത്തി, നട്ടലൊക്കെ നിവർത്തി, കൈ രണ്ടും കാലിൽ വെച്ച്, കാലൊന്നും ക്രോസ് ചെയ്ത് വെക്കരുത്, നേരെ വെച്ചിട്ട് ഇരിക്കുക. റെഡി? ഓക്കെ, എല്ലാവരും സാവധാനം കണ്ണുകൾ അടയ്ക്കുക. Breathe in, breathe out. Breathe in, hold for 2 seconds. Breathe out. Breathe in, breathe out. ഓക്കെ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക, നിങ്ങളുടെ ഓരോ അവയവങ്ങളും റിലാക്സ് ചെയ്ത് നിർത്തുക, റിലാക്സ് ചെയ്ത് നിർത്തുക. നിങ്ങളുടെ കാലുകളെ നിങ്ങൾ റിലാക്സ് ചെയ്ത് നിർത്തുക, നിങ്ങളുടെ കൈകൾ റിലാക്സ് ചെയ്ത് നിർത്തുക, നിങ്ങളുടെ ബ്രെയിൻ, നിങ്ങളുടെ കണ്ണുകള്, നിങ്ങളുടെ ശരീരത്തിനുള്ളിലെ ഓരോ അവയവങ്ങളും എല്ലാവരും വളരെ ശാന്തമായിട്ട് റിലാക്സ് ചെയ്ത് നിർത്തുക. നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ സ്ട്രെസ്, എല്ലാ പ്രശ്നങ്ങളും, വീട്ടിലെ ഓരോ കാര്യങ്ങളും, എന്ത് പ്രശ്നങ്ങളാണെങ്കിലും എല്ലാം മാറ്റി നിർത്തി നിങ്ങൾ നിങ്ങളെ വളരെ റിലാക്സ് ആയിട്ട് നിർത്തുക. റിലാക്സ്, റിലാക്സ് യുവർ ബോഡി, റിലാക്സ് യുവർ മൈൻഡ്. റിലാക്സ് യുവർ ബോഡി, റിലാക്സ് യുവർ മൈൻഡ്. പതിയെ മനസ്സിൽ മന്ത്രിക്കുക, ഈ 1 മണിക്കൂർ എനിക്ക് വേണ്ടിയുള്ളതാണ്. ഈ 1 മണിക്കൂർ എനിക്ക് വേണ്ടിയുള്ളതാണ്. എന്റെ വിജയത്തിന് വേണ്ടിയുള്ളതാണ്. എന്റെ വിജയം എന്ന് പറയുന്നത് എന്റെ മാത്രമല്ല, എന്റെ സഫ്ന മാം എന്തോ ലെഫ്റ്റ് ആയി പോയിട്ടുണ്ട് കേട്ടോ, റീജോയിൻ ചെയ്യും. നെറ്റ്വർക്ക് ഇഷ്യൂസ് എന്തോ. അപ്പൊ നമ്മുടെ മെഡിറ്റേഷൻ പോയി അല്ലെ? സാരില്ല, മനസ്സിലെല്ലാവരും ഉറപ്പിച്ചില്ലേ ഈ 1 അവർ എന്ന് പറയുന്നത് ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങളുടെ ടൈമാണ്. മറ്റെല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾ മാറ്റി നിർത്തി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇത് സ്പെൻഡ് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആർ യു റെഡി? ആർ യു റെഡി? യെസ് യെസ് യെസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയും. അറ്റോമിക് ഹാബിറ്റ്സ്, അതായത് കുഞ്ഞു കുഞ്ഞു ശീലങ്ങള്. എന്താ? കുഞ്ഞു കുഞ്ഞു ശീലങ്ങൾ. ശീലങ്ങള്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ശീലങ്ങളുണ്ട് അല്ലെ? ചെറുപ്പം മുതലേ നമ്മൾ ശീലിച്ചു പോകുന്നതായിട്ടുള്ള കുറെ കാര്യങ്ങള്, പിന്നെ ഇടക്ക് വെച്ച് അതിൽ മാറ്റം വന്നിട്ടുള്ള കുറെ കാര്യങ്ങളും ശീലങ്ങൾ. ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ബുക്കും പേപ്പറും എടുത്തിട്ട് അതിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് നിങ്ങളുടെ ലൈഫില് നിങ്ങൾക്ക് മാറ്റണം എന്ന് ആഗ്രഹമുള്ള ഒരു 3 ശീലങ്ങൾ എഴുതുക. അത് നിങ്ങളുടെ ഉറക്കം എഴുന്നേക്കുന്ന ടൈം ആകാം, ഉറങ്ങുന്ന ടൈം ആകാം, എക്സസൈസ് ചെയ്യുന്ന കാര്യമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ആകാം, പിന്നെന്താ, എന്തും നിങ്ങളുടെ ഇഷ്ടമുള്ളത് എഴുതുക. നിങ്ങൾക്കത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യണം എന്ന് അതിയായ ആഗ്രഹമുണ്ട്. വേഗം ചേഞ്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹം, അതല്ലെങ്കിൽ പുതുതായി നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കണം എന്നുള്ള ആഗ്രഹം. ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് കൂട്ടിച്ചേർക്കണം എന്നുണ്ടാവൂല്ലേ? അതെന്താന്ന് വെച്ചാല് അതും ഷിനമ മൈക്ക്. ഓക്കെ, താങ്ക് യു. വേഗം എഴുതിക്കോട്ടോ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണ് മാറ്റം വരുത്താനുള്ളത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, ഒന്ന് എഴുതിയേക്ക്.
കഴിഞ്ഞോ? കഴിഞ്ഞോ? ഗുഡ് ഈവനിങ് മാം. ഞാൻ എപ്പോഴാണ് ജോയിൻ ചെയ്തത്? ഓക്കെ, അത് വേറെ ഒന്നുമല്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മാറ്റണമെന്ന് ആഗ്രഹമുള്ള ഒരു 3 ശീലങ്ങൾ എഴുതുക, അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കണമെന്ന് ആഗ്രഹമുള്ള 3 ശീലങ്ങൾ എഴുതുക. ഓക്കെ മാം. ഓക്കെ, വേഗം എഴുതിക്കോ. ഇന്ന് ഐഷ മാം, നിമ്മി അവരൊന്നും കണ്ടില്ലല്ലോ, എവിടെ പോയാവോ? ആയിഷ മാം ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. നിമ്മി അറ്റൻഡ് ചെയ്തില്ലേ? നിമ്മിനെ കണ്ടില്ലല്ലോ. നിമ്മി അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതൊക്കെ ഓൺ ചെയ്യുന്നു, വീഡിയോ ഒക്കെ ഓൺ ചെയ്യും. അതെ അതെ അതെ, അതുകൊണ്ട് നിമ്മിയൊക്കെ നിമ്മി നമുക്ക് ഉണ്ടായിരുന്നല്ലോ. ആണോ? കണ്ടി ഞാൻ കറക്റ്റ് 8 മണിക്കായിരുന്നില്ല, പള്ളിയിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നിമ്മി എന്നല്ലേ അവിടെ ഇരിക്കുന്നത്? ഓക്കെ ഓക്കെ. നിമ്മിനെ പള്ളിയില് കാണുന്ന സന്തോഷ, നിമ്മിനെ ഐഷ മാമിനെ കാണുന്ന ഒരു സന്തോഷം. കാരണം നിങ്ങൾ എപ്പോഴും വീഡിയോയിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ കാണാതെ വരുമ്പോ എനിക്കും ക്ലാസ് എടുക്കുമ്പോഴുണ്ടല്ലോ, കണ്ടില്ലല്ലോ എന്നുള്ളൊരു അത് അന്വേഷിച്ചേട്ടോ. ബാക്കി ആരും അന്വേഷിച്ചില്ല എന്ന് വിചാരിക്കരുത്. ഇവരെപ്പോഴും വീഡിയോയിൽ വന്ന് നമുക്ക് ശരിക്കും നമ്മൾ ക്ലാസ് നേരിട്ട് എടുക്കുമ്പോഴുള്ള ഒരു ഇതായിപ്പോയി, അതുകൊണ്ട് ചോദിച്ചതാ. ഓക്കെ, എഴുതിയോ? നമ്മുടെ ചേഞ്ചത്തോടുകൂടെ പെട്ടെന്ന് ചേഞ്ച് ആയ ഒരു വ്യക്തിയാണ് നിമ്മി. നിമ്മി നമ്മുടെ മറ്റ് ട്രെയിനിങ് പ്രോഗ്രാമിലൊന്നുമില്ല, ആദ്യമായിട്ട് ചേഞ്ചത്തോണ്ടാ ജോയിൻ ചെയ്തത്. ചേഞ്ചത്തോണ്ട് ജോയിൻ ചെയ്ത് ഏകദേശം 1 വീക്കിനുള്ളിൽ തന്നെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് പിന്നെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറഞ്ഞപ്പോ നല്ലതായ രീതിയിൽ സംസാരിച്ച് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് നിമ്മി ചെയ്തത്. അപ്പൊ നല്ലൊരു മാറ്റം ചേഞ്ചത്തോടുകൂടെ വന്ന ഒരാളാണ്. അതിന്റെ ഒരു പിന്നെ പ്രസന്നത എപ്പോഴും ക്ലാസ്സിലും ഉണ്ടാവാറുണ്ട്. വളരെ സന്തോഷം. ഈ മാറുക എന്ന് പറയുന്നതൊന്നും വലിയ കാര്യമൊന്നും അല്ലാന്നേ. നമ്മളത് മനസ്സിലൊന്ന് നമ്മളങ്ങ് വിചാരിക്കുക, എനിക്ക് മാറണം എന്ന് നമ്മൾ തീരുമാനിച്ചാലുണ്ടല്ലോ, താൻ പാതി ദൈവം പാതി എന്ന് പറയും. കേട്ടിട്ടില്ലേ നിങ്ങൾ? താൻ പാതി ദൈവം പാതി. പാതി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ബാക്കി ആര് നോക്കിക്കോളും? ദൈവം നോക്കിക്കോളും. ഓക്കെ, കഴിഞ്ഞോ? ഓക്കെ, ഒന്ന് പറയാവോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് മാറ്റാൻ ആഗ്രഹമുള്ള കാര്യങ്ങളെന്ന്? മാം ഞാൻ ഇത് ഒന്നാമത്തെ ക്യാഷ് വേണം, എന്നിട്ട് ഏൺ ചെയ്യണം, സ്കിൽ ഡെവലപ്പ് ചെയ്യണം. നമ്മൾ മാറ്റം വരുത്തി ആഡ് ചെയ്യേണ്ടതുമായ കുറച്ച് കാര്യങ്ങൾ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ ക്യാഷ് വേണം എന്ന് പറയുന്നത് അതൊരു ശീലമല്ല. ആ ക്യാഷിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, എന്ത് സ്കില്ല്? നമുക്ക് എല്ലാ സ്കില്ലും നമുക്ക് ഒരുമിച്ചെടുക്കൽ പറ്റും. നമ്മൾ ഒന്നും മടി മാറ്റണം എന്ന് ആഗ്രഹമുണ്ട്, ഭയങ്കര മടിയാണ്. ഓക്കെ, മടി മാറ്റണം എന്ന് ആഗ്രഹമുണ്ട്. അത് എന്തിനാണ് മടി? എന്ത് കാര്യം മടിയുള്ളത്? എനിക്ക് പ്ലാനിങ്ങുകളൊക്കെ ഉണ്ട്, പക്ഷെ ഇറങ്ങിത്തിരിക്കുമ്പോ ഒരു മടി. അത് ചെയ്തില്ലെങ്കിലും ജീവിതം എങ്ങനെ പോയിക്കോളുമല്ലോ എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് ആ മടിയാണ് മുന്നിട്ട് നിൽക്കും. ആദ്യമായിട്ടാണ്, ഒരു മിനിറ്റ്, ആദ്യമായിട്ടാണ് റിയൽ ആയിട്ടുള്ള ഒരു കാര്യം കൃത്യമായിട്ട് സത്യസന്ധതയോടെ പറഞ്ഞു. ഷാഹിദ എന്നുള്ള ഐഡിന്ന് ആരാ ജോയിൻ ചെയ്തേ? ഷാഹിദ തന്നെയാണ്. ഷാഹിദ തന്നെയാണ്. ഇതാണ് സംഭവം. നമുക്ക് എല്ലാവർക്കും മടി വരുന്നത് എന്താണ്? നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ പോകും എന്നുള്ളൊരു നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും കാര്യങ്ങൾ അങ്ങ് മുന്നോട്ട് പോകുന്നുള്ള ആ ഒരു വിശ്വാസമാണ് നമ്മളെ മടിയിലേക്ക് മാറ്റുന്നത്. എന്തായാലും അത് മാറ്റണമെന്ന് തോന്നി തുടങ്ങിയത് നല്ലൊരു കാര്യം കേട്ടോ. ഓക്കെ, പറഞ്ഞോ. ഞാനും എഴുതിയായിരുന്നു മടി, രണ്ടാമത് ദേഷ്യം, പിന്നെ എന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്നുള്ളൊരു വിശ്വാസക്കുറവ്. ഓക്കെ, പറയാം. അതായത്
നമ്മൾ ഈ കംഫർട്ട് സോണിൽ നിൽക്കൂലേ? എന്താ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാല്? ഞാൻ കംഫർട്ടാണ്. ഇപ്പോ ഷാഹിദ പറഞ്ഞ കാര്യമുണ്ട്, ഞാനൊന്നും ചെയ്തില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും നടന്നോളും എന്ന് പറയുന്ന. അപ്പൊ നമ്മൾ എവിടെയാ നിൽക്കുന്നത്? നമ്മൾ എവിടെയാ നിൽക്കുന്നത്? കംഫർട്ട് സോണില്. നമ്മൾ നിൽക്കുന്നത് കംഫർട്ട് സോണില്. ഫസ്റ്റ് നമ്മൾ എന്ത് മനസ്സിലാക്കണം? യെസ്, എനിക്ക് ഈ കംഫർട്ട് സോൺ എനിക്കൊന്ന് ബ്രേക്ക് ചെയ്യണം. അത് നമ്മൾ എടുക്കേണ്ട തീരുമാനമാണത്. എനിക്ക് കംഫർട്ട് സോൺ ഒന്ന് എനിക്ക് ബ്രേക്ക് ചെയ്യണം. ഇതൊക്കെ എനിക്കും പലവട്ടം തോന്നി. ഇത് ആരുടെയും കുറ്റമല്ല, മനസ്സിലായോ? ഇതൊന്നും ആരുടെയും കുറ്റമില്ല. ഇതൊക്കെ എല്ലാവർക്കും തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ എത്രയോ വട്ടം ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഈ 3 കൊച്ചുങ്ങളുമായിട്ട് ഈ വീട്ടിലെ ജോലിയും കാര്യങ്ങളും എന്തിനാ ഞാനിപ്പോ ഇത്രയും സ്ട്രെസ് അടിച്ച് അല്ലെങ്കിൽ ഇത്രയും സ്ട്രെയിൻ എടുക്കുന്നതെന്ന് എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട്. ശരിയല്ലേ? പക്ഷെ എന്റെ മനസ്സിലെ ആഗ്രഹം അല്ലെങ്കിൽ എനിക്ക് ഉള്ള ഗോൾ, എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? ഞാൻ ഇങ്ങനെയൊന്നും ജീവിച്ച് മരിക്കാനുള്ള ആളല്ല. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഇങ്ങനെ ഈ വീട്ടിലെ പണിയെടുത്ത് അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് കൊണ്ടുവന്ന കാശ് കൊണ്ട് ഞാൻ ജീവിച്ച് മക്കളെ മാത്രം വളർത്തി ജീവിക്കാനുള്ള ഒരാളല്ല ഞാൻ. എനിക്ക് എന്റേതായിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. ഇപ്പൊ ഞാൻ ജീവിക്കുന്നത് എന്റെ മക്കൾക്ക് വേണ്ടി, ശരിയല്ലേ? അതായത് അവരുടെ എന്ത് കാര്യങ്ങൾക്കും എന്റെ കൈ എത്തണം, അതിനുള്ള പ്രായമുള്ളൂ അവർക്ക്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഈ മക്കള് വലുതായി കഴിയുമ്പോ അവരവരുടെ കാര്യം നോക്കി പോകും. ക്ലിയർ ആണോ? ഇന്ന് എന്റെ കയ്യിൽ രാത്രി കിടക്കുമ്പോ ഉമ്മിയുടെ കൂടെ കിടക്കണം എന്നും പറഞ്ഞ് എന്റെ കയ്യിൽ അപ്പുറത്തും ഇപ്പുറത്തും തലവെച്ച് കിടക്കുന്ന എന്റെ മക്കളായിരിക്കും കുറച്ച് നാൾ കഴിയുമ്പോ? അല്ല, ഇവര് പോകും. അന്ന് ഞാൻ ഒറ്റപ്പെട്ടു പോകും, ശരിയല്ലേ? അന്ന് ഞാൻ ഒറ്റപ്പെട്ടു പോകും. അന്ന് ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാല് എന്ന് ഞാൻ സക്സസ് ആവാനാ? അതേസമയം ഇപ്പോ ഞാൻ ഇതിന്റെ കൂടെ എന്റെ കംഫർട്ട് സോൺ ഞാൻ ബ്രേക്ക് ചെയ്തേക്കാണ്. ഓക്കെ, എനിക്ക് കംഫർട്ട് സോണിൽ നിന്നാ മതി. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? ഞാനത് ബ്രേക്ക് ചെയ്തു. ബിക്കോസ് എനിക്ക് സക്സസ് ആകണം. അതെന്റെ ആഗ്രഹമല്ല, എന്റെ ലക്ഷ്യം. ആഗ്രഹവും ലക്ഷ്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം എന്താണെന്നറിയോ? എനിക്ക് ഐസ്ക്രീം തിന്നാൻ ആഗ്രഹമുണ്ട്, എനിക്ക് ഐസ്ക്രീം തിന്നാൻ ലക്ഷ്യം ഉണ്ടെന്ന് ആരെങ്കിലും പറയോ? പറയൂല. ആഗ്രഹങ്ങൾ ചിലപ്പോ ആഗ്രഹങ്ങളായിട്ട് അങ്ങ് തീർന്നു പോകും. പക്ഷെ എനിക്കുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്, ആ ലക്ഷ്യം ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാനത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് എത്തും. ഇൻഷാ അല്ലാഹ്. ദൈവാനുഗ്രഹം വേണം, അല്ലെ? ഞാൻ അതിലേക്ക് എത്തും. ഇപ്പൊ ഷാഹിദ പറഞ്ഞ പോലെ, ഷാഹിദയുടെ പേരെടുത്ത് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതല്ല കേട്ടോ. ഇത് നമ്മളെല്ലാവരും കഴിഞ്ഞു വന്ന രംഗങ്ങളെ ഈ പറയുന്നത്. നമ്മൾ ഇങ്ങനെ നിൽക്കാൻ തീരുമാനിച്ചാലും നമ്മുടെ ലൈഫിൽ നമ്മൾ ഒന്നും ആകില്ല, ഉറപ്പാണത്. ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക. ഞാൻ ഇങ്ങനെയൊന്നും ജീവിച്ചാ പോരാ, എനിക്ക് എന്തൊക്കെയോ ആകാനുണ്ട്, 4 ആളെ എന്നെ ഒന്ന് അറിയണം. അത് അഹങ്കാരമില്ല, അത് നമ്മുടെ ആഗ്രഹമാണ്, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യമാണ്, അല്ലെ? 4 ആള് നമ്മൾ അറിയുക, അല്ലെങ്കിൽ നമ്മൾ ഏൺ ചെയ്ത് കൊണ്ടുവരുന്നതിൽ നിന്നും നമ്മുടെ മക്കൾക്ക്, നമ്മുടെ പാരന്റ്സിന് ഒക്കെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അതിൽ പല സന്തോഷം നമുക്ക് വല്ലതും ഉണ്ടോ? അല്ലെ? എന്തിന് നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് വെച്ചാൽ തന്നെ ഹസ്ബൻഡിന്റെ അടുത്ത് 1000 രൂപ തരുമോ, 500 രൂപ തരുമോ എന്ന് ചോദിച്ച് കൈ നീട്ടിട്ട കാര്യമുണ്ടോ? ഇല്ല. നമ്മുടെ കയ്യിൽ രാവിലെ ആഗ്രഹിക്കും മാഡം, പക്ഷെ ഉച്ചയാകുമ്പോഴത്തേക്കും അതെല്ലാം പുറത്തു പോകും. അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടില്ല, ആ ലക്ഷ്യം എന്ന് പറയുന്നത് മനസ്സിൽ ഉറപ്പിച്ചിട്ടില്ല. ആ ലക്ഷ്യങ്ങളെ മനസ്സിലേക്ക് ഉറപ്പിക്കുക. എന്തിനു വേണ്ടിയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങുന്നത്? എനിക്ക് ഫിനാൻസ് ആണോ വേണ്ടത്? അതോ എനിക്ക് പേരും പ്രശസ്തിയാണോ വേണ്ടത്? അതോ 4 ആൾ എന്നെ അംഗീകരിക്കണമോ? എന്റെ വീട്ടിൽ നിന്ന് തന്നെ എനിക്ക് അംഗീകാരം കിട്ടണോ? ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ഇപ്പൊ എഴുതിക്കാൻ ടൈമില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ സെഷൻ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒരു പേപ്പറും ഒരു പെന്നും എടുക്കുക. ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? ഒരു പേപ്പറും ഒരു പേനയും എടുത്തിട്ട് എന്തിനാണ് നിങ്ങൾ ഈ പുതിയ സ്കില്ലിന് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങളുടെ പാഷൻ ആണോ? അതോ നിങ്ങൾക്ക് ക്യാഷ് ആണോ വേണ്ടത്? അതോ പേരും പ്രശസ്തിയുമാണോ വേണ്ടത്? അതോ എന്റെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ഏൺ ചെയ്യണോ? അല്ലെങ്കിൽ എന്റെ പാരന്റ്സിന് കൊടുക്കാൻ വേണോ? അതോ എനിക്ക് തന്നെ വേണോ? അല്ലെ? ഞാൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലേ? എനിക്കൊരു പല സന്തോഷമില്ലേ? എനിക്കൊരു സന്തോഷമില്ലേ ഉള്ളിന്? ഇല്ലേ? നിങ്ങൾക്ക് ആർക്കും ഇല്ലേ?
തീർച്ചയായിട്ടും ഉണ്ട് മാം. ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. യെസ്, ആ പറയുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് എന്റെ സന്തോഷമാണ്, എന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ്. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ കേട്ടിരിക്കുന്നത് അതെന്റെ സന്തോഷം, എന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് അത്. ഓക്കെ, ഇത് പറഞ്ഞില്ലെങ്കിലും എനിക്ക് സുഖമായി ജീവിക്കാം. ഇത് പറഞ്ഞില്ലെങ്കിലും എനിക്ക് എന്ത് ചെയ്യാം, എന്റെ മക്കളെ നോക്കി എനിക്ക് സുഖമായിട്ട് ജീവിക്കാം. പക്ഷെ ഞാൻ അങ്ങനെ തീരുമാനിച്ചാൽ ഞാൻ എന്തെങ്കിലും ആവോ? കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഒരു റോസാപ്പൂവിന്റെ അല്ലെങ്കിൽ ഒരു മുല്ലപ്പൂവിന്റെ ഇതളുകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകും പോലെ എന്റെ ഓരോ ദിവസങ്ങളും എന്ത് ചെയ്യും, ഇങ്ങനെ കൊഴിഞ്ഞ് എന്റെ ഒരു മുടി, ഞാനിപ്പോ മുടി ഇരിയപ്പോ കണ്ടു, എന്റെ ഒരു മുടി ഇവിടെ നരച്ചിട്ടുണ്ട്. മനസ്സിലായോ? എന്റെ മുടി ഇവിടെ നരച്ചു തുടങ്ങി, ഒരു മുടി നരച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോഴും എനിക്ക് സങ്കടം വന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഓ അതപ്പോ അത്ര വലിയ കാര്യം, ഞങ്ങളുടെ എത്ര എണ്ണം നരച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിച്ചു ആരെങ്കിലും? ഇതെല്ലാം നമ്മളുടെ ജീവിതം കൊഴിഞ്ഞു പോകുന്നതിലേക്കുള്ള ഓരോ സ്റ്റെപ്പുകളാണ്. ഓക്കെ, ഇപ്പൊ ഈ അടുത്ത ദിവസം ഒരു കലാഭവൻ നവാസ് മരിച്ചത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അതില് പുള്ളി ലാസ്റ്റ് അഭിനയിച്ച ഒരു ഫിലിം ഇഴ കണ്ടായിരുന്നു ആരെങ്കിലും? അതിന്റെ പിക്ചർ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോ ഇന്നലെയാന്ന് തോന്നുന്നു അതിന്റെ ജസ്റ്റ് ഷോർട്സ് പോയത് കണ്ടപ്പോ, അദ്ദേഹത്തിന്റെ വൈഫാണ് രഹനയാണ് അതില് ക്വാർട്ടർ ആയിട്ടുള്ളത്. പുള്ളിക്കാരി പറയുന്നുണ്ട്, ഇക്ക എഴുന്നേക്കൂ, നിസ്കരിക്കൂ. അതായത് രാവിലെ, അത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരും, നമുക്ക് അതിനെ റിലേറ്റ് ചെയ്യാം. പുള്ളിക്കാരി പറയുന്നുണ്ട്, കിടന്നുറങ്ങല്ലേ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കാൻ പറ്റൂല എന്ന്. അതായത് മുസ്ലിംസിന്റെ ഒരു പ്രാർത്ഥന കർമ്മമാണ് നമസ്കാരം എന്ന് പറയുന്നത്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമസ്കരിക്കാൻ പറ്റൂല എന്ന്. ഞാൻ എന്താ പറഞ്ഞു വന്നത്? നമ്മളും മരിച്ചു പോവും. മരിച്ചു പോയി കഴിഞ്ഞാൽ ഇത് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? മരിക്കാൻ വേണ്ടി ഉണ്ടല്ലോ, മരിക്കാൻ കിടക്കുമ്പോഴേ ഒരു അന്ത്യശ്വാസം വലിക്കൂല. എന്ത് ഈ അന്ത്യശ്വാസം? അവസാന ശ്വാസം. അവസാന ശ്വാസം വലിക്കുമ്പോഴുണ്ടല്ലോ, ഇങ്ങനെ ഓർത്തിട്ട് കാര്യം, എന്റെ മക്കളെ ഞാൻ സെറ്റിലാക്കിയില്ല, എന്റെ ലൈഫിൽ എനിക്കൊന്നും നേടാൻ പറ്റിയില്ല, ഇത്രയും നേരം അടുക്കളപ്പണി എടുത്ത് നടന്നത് വെറുതെ ആയി പോയല്ലോ എന്ന് അവിടെ കിടക്കുമ്പോ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? അസുഖബാധിതയായി കട്ടിലിൽ കയറി കിടക്കുമ്പോ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പൊ ഒരു വഴിയിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നമുക്കുള്ളത് നമ്മളുടെ നല്ല പ്രായമാണ്. ക്ലിയറാണോ? ബുദ്ധിയും ബോധവും ഓർമ്മശക്തിയും ആരോഗ്യവും എല്ലാമുള്ള നല്ല ഒരു കാലത്തിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഈ അവസ്ഥകൾ കഴിഞ്ഞു പോയിട്ട് നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ നിൽക്കുന്ന ഈ അവസ്ഥ, നിങ്ങൾ കംഫർട്ട് സോണിൽ നിങ്ങൾ പുറത്തു വാ. മക്കള് കൊണ്ടുതന്നെയുണ്ട്, ഹസ്ബൻഡ് കൊണ്ടുതന്നെയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വീട്ടുവക കുറെ സ്വത്തുണ്ട്, ഇതെല്ലാം നിങ്ങൾ വിട്ടുകളയും. എനിക്ക് അഭിമാനത്തോടു കൂടി നിൽക്കണം. ഓക്കെ, എനിക്ക് അഭിമാനത്തോടു കൂടി നിൽക്കണം. എനിക്ക് എന്തെങ്കിലും സമ്പാദിക്കണം. 4 പേര് എന്നെ അംഗീകരിക്കണം. ആ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് വരട്ടെ. നിങ്ങൾ വരും, നിങ്ങൾ സക്സസ് ആകും. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഒരുമിച്ച് എല്ലാം കൂടി നേടുക എന്ന് പറഞ്ഞാൽ നടക്കുവോ? ഒരു മാവിൻ തൈ കൊണ്ടുവന്ന് നട്ടു, ആ മാവിൻ തൈന്ന് നാളെ തന്നെ മാങ്ങ പറിക്കാൻ കിട്ടുമോ? ഇല്ല. ഒരു പ്ലാവ് നട്ടു, അതിൽ നിന്ന് നാളെ തന്നെ ചക്ക പറിക്കാൻ പറ്റുമോ? പറ്റില്ല. ഒരു മാസം കൊണ്ട് പറ്റുമോ? പറ്റൂല. അതിന് കുറച്ച് കാലങ്ങൾ എടുക്കുമല്ലേ? അതുപോലെ ആയിരിക്കണം നമ്മളുടെ പ്രവർത്തനങ്ങളും. ഓരോ ദിവസവും നമ്മൾ എല്ലാ ദിവസവും അതിന് വെള്ളം കൊടുക്കും, കുറച്ച് വളം കൊടുക്കും, ശരിയല്ലേ? അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ പാഷന് വേണ്ടിയിട്ട്, നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം കണ്ടെത്തുക ദിവസത്തിൽ.